മക്കളെ, നമ്മളൊരു ഇന്ത്യക്കാരനായിട്ട് ഇന്ത്യൻ പൗരനായിട്ടേ പുറത്താണെങ്കിൽ പോലും ഇന്ത്യയിൽ നടക്കുന്ന നായാട്ടുകളെ നമ്മൾ അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് ചെവി തിരിക്കാനോ തലയിരിക്കാനോ പറ്റുന്നില്ല. കാരണം എല്ലാവർക്കും പ്രതിഷേധിക്കാനുള്ള ശക്തി പടച്ചു കൊടുക്കണമെന്നില്ല. ചില ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. ചില ആളുകൾക്ക് അന്ന് ജസ്റ്റ് ഒരു ലൈക്ക് അടിച്ചിട്ട് ഷെയർ ചെയ്തിട്ട് അങ്ങനെയുള്ള സപ്പോർട്ടെങ്കിലും ചെയ്യാനുള്ള മനസ്സും കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ മക്കളെ, നാളെ നമ്മളെ ഇന്ത്യയിൽ ജനിക്കുന്ന മക്കൾക്കുള്ള ഭാവി വളരെ നഷ്ടപ്പെട്ടു പോകും. കാരണം നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ജന്തർ മന്ദിറിൽ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ പോലീസുകാരല്ല, അവർ നെയിം ബോർഡ് പോലും ഇല്ല. ജസ്റ്റ് ഈ കൂലിക്ക് മേടിച്ചിട്ട് മനുഷ്യന്മാരെ അടിച്ചു ഒതുക്കാൻ വേണ്ടിയിട്ട് കൂലിക്ക് ഒരാൾക്കാരെ വിളിച്ചെത്തിക്കണം. അതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള സിറ്റുവേഷൻ. കേരളത്തിൽ നിന്ന് ഒരുപാട് MP-മാരും ഇപ്പോൾ മിനിസ്റ്റർ വരെ പോയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ മലയാളികളും ഇതിനെതിരെ സംസാരിച്ചു തുടങ്ങി. ഇപ്പോഴും നമ്മളും കുറേ ആൾക്കാർ ഇപ്പോഴും മൗനം പാലിക്കുന്ന ഇന്ത്യൻ്റെ പേരിലെന്ന് അറിയിട്ടില്ല. നിങ്ങളെ കൂടെ കഴിവിൻ്റെ പരമാവധിയുള്ള സപ്പോർട്ടെങ്കിലും അവർക്ക് നൽകണം. പാവങ്ങൾ നാളെ ഞമ്മക്കും കൂടി വേണ്ടിയിട്ടുള്ള സംസാരത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ വിചാരിക്കുക അവർക്ക് മാത്രമല്ല ഇന്ത്യയിലെ ഒന്നാകെയുള്ള വിദ്യാഭ്യാസത്തിനെതിരാണ് അവർ സമരം ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിക്കും.